ഹലോ വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഞാൻ പ്രസീത. നമുക്ക് ഇന്ന് വെറൈറ്റി ആയിട്ടൊരു എഗ് പൊട്ടറ്റോ ബജ്ജി ഉണ്ടാക്കാം. പൊട്ടറ്റോയുടെ ഒരു മസാല ഉണ്ടാക്കിയിട്ട് എഗ്ഗ് കവർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ബജ്ജി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബാറ്റർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് കടലമാവ് എടുക്കുക. കടലമാവിൻ്റെ പകുതി വേണം മൈദ എടുക്കാനായിട്ട്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പ് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. ഇത് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ ടൈമിലേക്ക് നമുക്കൊരു ചട്നി ഉണ്ടാക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് മല്ലിയില ചേർക്കുക. പുതിനയില ചേർത്താലും നല്ലതാണ്. ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ട് തേങ്ങ ചിരകി ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ നമുക്കൊരു മസാല ഉണ്ടാക്കണം. പൊട്ടറ്റോ വെച്ചിട്ടുള്ള മസാലയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ജീരകം പൊട്ടിക്കുക, കുറച്ച് കറിവേപ്പില ഇടുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ സവോള പൊടിയായിട്ട് അരിഞ്ഞിടും. തീരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇടാനായിട്ട്. ഇട്ട് നന്നായിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇതൊന്ന് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സായി എല്ലാ മസാലയും ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇച്ചിരി കട്ടയായിപ്പോയി എന്ന് വെച്ചാൽ നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. തീ ഓഫ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് പൊടിച്ച് നല്ല മിക്സ് ആയതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇത് മസാലയിൽ തരികളുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ പൊട്ടിപ്പോകും. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിനൊന്ന് അറേഞ്ച് ചെയ്യാം. അതിന് വേണ്ടി മുട്ട പുഴുങ്ങി 4ആയിട്ട് മുറിച്ചാണിത്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ചട്നി ഒന്ന് വെച്ച് കൊടുക്കുക. ചട്നിയിൽ ഒട്ടും വെള്ളം പാടില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പ്രസ്സായിട്ടിരിക്കില്ല. ഇനി മസാലയുടെ ഒരു ലെയർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് മസാല ജസ്റ്റ് ഒന്ന് കൈവച്ച് പരത്തിയിട്ട് ഈ എഗ്ഗ് നടുക്ക് വെച്ച് കോട്ട് ചെയ്തെടുക്കുക. ഈ മസാലയുടെ ലെയർ എന്ന് പറഞ്ഞാൽ ഇത്തിരി തിന്നായിട്ടുള്ള ലെയർ ആയിരിക്കണം. എന്നാൽ എഗ്ഗ് ഒട്ടും പുറത്തേക്ക് വരാനും പാടില്ല. ഇത് നന്നായിട്ട് കൈവച്ച് പ്രസ്സാക്കി നല്ലൊരു ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ആക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കുക. അതുപോലെ നമുക്ക് എല്ലാ എഗ്ഗും കവർ ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ബാറ്ററിൽ ഈ പൊട്ടറ്റോവും എഗ്ഗും കൂടിയുള്ള മിക്സ് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നിറയെ എണ്ണയിൽ മുങ്ങി കിടന്ന് ഫ്രൈ ആകുമ്പോഴേ ബജ്ജിയുടെ കറക്റ്റ് ഷേപ്പൊക്കെ കിട്ടുള്ളൂ. ഞാനിപ്പോൾ കുറച്ച് എണ്ണയിൽ ചെയ്യുന്നതേ ഉള്ളൂ. ഒരു തവണ യൂസ് ചെയ്ത എണ്ണ പിന്നെ യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. കുറച്ച് എണ്ണ ആകുമ്പോൾ ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. ഇനി ഇട്ട ബജ്ജി നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ വറുത്ത് കോരാം. ഇനി ഇതിൻ്റെ കൂടെ ചട്നിയുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചട്നി വെച്ചിരിക്കുന്നതുകൊണ്ട് ചട്നിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ അങ്ങ് കഴിക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാവും. സൂപ്പർ ടേസ്റ്റാണ്. ഒരെണ്ണം തിന്നാൽ തന്നെ നന്നായിട്ട് വയറ് നിറയും. അപ്പോൾ നമുക്കൊരു നോക്കാം. ഈ വെറൈറ്റി ആയിട്ടുള്ള ബജ്ജി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്